ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെ അനാമിക ഇടയിൽ വെച്ച് കാണുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർ തമ്മിലിങ്ങനെ സംസാരിക്കുകയാണ്. നന്ദു ആണെങ്കിലും പറയുന്നുണ്ട്, നീയാണോ നിൻ്റെ അച്ഛനാണോ കുറേ പേരെ തല്ലാനായിട്ട് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്? അവർക്ക് ഞാൻ വേണ്ടത് കണക്കിന് കൊടുത്തിട്ടുണ്ട്, കൈയും കാലും ഒടിച്ച് വിട്ടിട്ടുണ്ട്. ഇനി ഈ പരിപാടിയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട, അവർക്ക് നല്ല പണി ഞാൻ കൊടുക്കും, എന്നെ നിനക്ക് അറിയാണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്ദു ഇങ്ങനെ പറയുമ്പോൾ അനാമികയ്ക്ക് ആകെ നാണക്കേടാവാണ്. കാരണം അനാമിക അത്രയ്ക്ക് കൊതിച്ചതാണല്ലോ നന്ദുവിനെ കാലൊടിഞ്ഞ് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നായിരുന്നു നമ്മുടെ അനാമിക വിചാരിച്ചത്. പക്ഷേ നന്ദു ആണെങ്കിൽ ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ ആകെ നാണം കെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അനാമിക നേരെ വീട്ടിൽ വരികയാണ്. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാണ്, എന്തൊരു കഴിവ് കേട്ട അച്ഛനാണത്, ഒരു കാര്യം പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്യാനും അറിയില്ല, അച്ഛന് കടം മാത്രം ആക്കാനേ അറിയുള്ളൂ, എല്ലാവരുടെയും നിന്നും പൈസ വാങ്ങിയിട്ട് എന്നൊക്കെ ഇങ്ങനെ അച്ഛനിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിലും പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും കടമൊക്കെ ആക്കിയത്, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ലല്ലോ. പിന്നെ അവൾക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ടായത് എൻ്റെ തെറ്റല്ലല്ലോ. ഞാൻ പറഞ്ഞതുപോലെ അവർ ഗുണ്ടകളെയും കൊണ്ട് തന്നെയല്ലേ പോയത്, അവർ ചെയ്തത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചോ? അവളിങ്ങനെയൊക്കെ എല്ലാവരും അടിച്ചു ഒതുക്കുന്നു ഞാൻ വിചാരിച്ചില്ലല്ലോ. അവൾ വിചാരിച്ച പോലെ അല്ല മോളെ. പിന്നെ എനിക്ക് പറയാൻ മടിയായിട്ടാണ്, ഒരു നാണക്കേട് പോലെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്ടിരുന്നത്, ക്ഷമിക്കും മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിലും പിന്നെയും വീണ്ടും കുത്തി കുത്തി ഇങ്ങനെ അച്ഛനെ പറയാണ് കേട്ടോ. എല്ലാം അച്ഛൻ കാരണമാണ്, എല്ലാ പൈസയും കടമാക്കി, എന്നിട്ടിപ്പോൾ ആകെ നാണ് കേട്ടിട്ട് വയ്യ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം അനന്തപുരി തറവാട്ടിൽ അയ്യപ്പൻ വിളക്കിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി റെഡിയാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നയനയും നവ്യയും എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയടുത്ത് നമ്മുടെ നയന പറയുന്നുണ്ട്, എന്താണ് അനാമികയെ വിളിച്ചിട്ട് വരണ്ടേ, നിങ്ങൾക്ക് തമ്മിൽ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിക്കൂടെ, ഇങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ അനി, ഇനി ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. എൻ്റെ അടുത്ത് ആദർശേട്ടൻ ആദ്യം അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ, പക്ഷെ ഞങ്ങളിപ്പോൾ നല്ല സ്നേഹത്തിലല്ലേ, നീ കണ്ടിട്ടുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനിയാണെങ്കിൽ പറയുന്നുണ്ട്, അതൊരിക്കലും ഞങ്ങൾ തമ്മിൽ ഒക്കുന്നു തോന്നുന്നില്ല ഏടത്തി, ഒന്നും ശരിയാവുന്ന ഒരു ഉറപ്പുമില്ല, അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അനാമികനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ അനി കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആലോചനയൊക്കെ വരികയാണ്. എന്താപ്പം ചെയ്യുക, ഒരു വഴിയിലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അനിയുടെ അവസ്ഥ കാണുമ്പോൾ നയനയ്ക്ക് നല്ലപോലെ സങ്കടമാവുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നവ്യെ കാണുന്നത് കേട്ടോ. നവ്യെ കാണുമ്പോൾ നവ്യ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ സന്തോഷത്തിലൊന്നുമല്ല ആൾ, വേറെ എന്തൊക്കെ ആലോചിച്ച് നല്ല സങ്കടത്തിൽ തന്നെയാണ് കേട്ടോ. മുഖത്തത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നയനയ്ക്ക്. എന്നിട്ട് നയന നവ്യ അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ, ചേച്ചിയുടെ മുഖം എന്തിങ്ങനെ വല്ലാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ ആണെങ്കിലും പറയുന്നുണ്ട്, എല്ലാം നീ അറിഞ്ഞില്ലേ, എല്ലാം അഭിനയമായിരുന്നു അബിയുടെ, അപ്പോൾ എനിക്കതെങ്ങനെ സഹിക്കാൻ പറ്റും, എനിക്ക് ഉറപ്പുണ്ട് അവൻ്റെ അമ്മയും അവനും കൂടി ചേർന്നിട്ട് എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ പാൽ അങ്ങനെ കലർത്തി വെച്ചത്, അതെനിക്ക് തരാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെയൊക്കെ സങ്കടമായിരിക്കും. അപ്പോൾ എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു, അവരത്രയും സ്നേഹം കാണിച്ചു തന്നാൽ പിന്നെ അവരെ ഞാൻ സംശയിക്കില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് ഉണങ്ങിയ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലോ അതുപോലെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ നയനയ്ക്ക് നല്ലപോലെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടുത്തെ. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലായിരിക്കും. അപ്പോൾ നയനയൊക്കെ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ജലജയും അതുപോലെ തന്നെ ജാനകിയും ദേവയാനിയുടെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ മൂന്നാളും കൂടി ഒത്തു കഴിഞ്ഞാലുള്ള കാര്യം പിന്നെ പറയണ്ടല്ലോ, നയനയും നവ്യയും കുറ്റം പറയലാണല്ലോ ഇവിടെ മെയിൻ പരിപാടി ഇവർ. അങ്ങനെ എന്നിട്ട് ദേവയാനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇങ്ങോട്ടൊന്നും കാണാത്തത് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ജലജയാണെങ്കിലും ജാനകിയാണെങ്കിലും പറയുന്നുണ്ട്, എങ്ങനെ വരാനാണ് ഇവിടുത്തെ അവസ്ഥ, ഇവിടെ എപ്പോഴും നയനെ ആയിരുന്നല്ലോ നിന്നുകൊണ്ടിരുന്നത്, ഞങ്ങൾക്ക് അവളുടെ മുഖം കാണാൻ വയ്യ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അനാമിക ഇപ്പോൾ വീട്ടിലില്ല ഇടത്തി, അവിടെ പോയിരിക്കുകയാണ്, പിണങ്ങി പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പാവം അവൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഇതും കൂടി പറയുകയാണ്, എല്ലാം അവളുടെ തലയിലിടാനാണ്, അനാമികയുടെ തലയിലിടാനാണ് അവരുടെ പരിപാടി, എൻ്റെയും തലയിലിടാനാണ് അവരുടെ പരിപാടി, കുഞ്ഞിനെ നശിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്തത്, എൻ്റെ മോനാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയനയ്ക്ക് നവ്യയ്ക്ക് അവിടെ വലിയ ആളായിട്ട് അനാമിക പുറത്താക്കാനുള്ള പരിപാടിയാണ് അവർ നോക്കുന്നത് ഇടത്തി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുത്തി കൊടുക്കണം കേട്ടോ അവരെ. അപ്പോൾ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ട്, ഞാനൊന്നും അങ്ങോട്ട് വന്നോട്ടെ, എന്നിട്ട് എല്ലാത്തിനെയും ശരിയാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അനാമിക മോളാണ് എൻ്റെ ശരിക്കത്തെ മരുമോൾ, ഞാൻ അവളെ മാത്രമേ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ, എൻ്റെ മോളെ പോലെ തന്നെയാണ്
എനിക്ക് അനാമിക എന്നൊക്കെ പറഞ്ഞ് അനാമികയെ നല്ലപോലെ പൊക്കി വിടുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, അനാമിക എനിക്ക് ബ്ലഡ് തരാമെന്ന് പറഞ്ഞതായിരുന്നു, അവൾ AB നെഗറ്റീവ് ആയതുകൊണ്ട്, പക്ഷേ അവൾക്ക് എന്തോ തരാൻ പറ്റാത്തതിൽ വല്ലാത്ത സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാണ് കേട്ടോ. ആ സമയം ആ ഒരു കാര്യം ആലോചിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് അനാമിക പറഞ്ഞല്ലോ, എനിക്ക് ബ്ലഡ് തരാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു വല്യമ്മേ, എനിക്ക് എല്ലാവരെയും സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെയുള്ള കാര്യമൊക്കെ ദേവയാനി ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അനാമികയെ നല്ലൊരു ആളായിട്ടാണ് നമ്മുടെ ദേവയാനി ചിന്തിക്കുന്നത്. ജലജയാണെങ്കിൽ ഇങ്ങനെ പറയാണ് കേട്ടോ, ആ നയനയില്ലേ, അവളുടെ ഏടത്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയായിരുന്നു AB നെഗറ്റീവ്, എന്നിട്ട് അവൾ തരാൻ പോലും അവൾ സമ്മതിച്ചില്ല ഏടത്തി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദേവയാനയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ചെയ്യുന്നത്, അവളുടെ AB നെഗറ്റീവ് ആയിരുന്നോ, ഇനിയിപ്പോൾ അനാമികയല്ല ബ്ലഡ് എനിക്ക് തന്നത്, അപ്പോൾ ഇനി നയനയായിരിക്കും എനിക്ക് തന്നിട്ടുണ്ടാവുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഇതൊക്കെ ആയിരിക്കും വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.